SDPIയുടെ വോട്ട് ചോദിക്കുന്നത് SDPIക്കാരെ നന്നാക്കാനാണെന്നാണ് AK ബാലൻ പറയുന്നത്. സഖാവ് AK ബാലൻ്റെ നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മിക്കവാറും മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് SDPIയുമായിട്ടൊരു ബാന്ധവം CPM ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം SDPIക്കാരെ നന്നാക്കാനാണ്. അതായത് SDPIക്കാർ മോശപ്പെട്ടവരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം AK ബാലനുണ്ട്. അപ്പോൾ SDPIക്ക് എന്തോ ഒരു മോശം സ്വഭാവമുണ്ട്. മോശക്കാരാണ് SDPIക്കാരെന്ന് AK ബാലന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അവരെ നന്നാക്കേണ്ടത്. നന്നാക്കുന്നത് എപ്പോഴും മോശക്കാരനെയാണ്. ഒരു നാട്ടിലെ ചെറ്റയെ അല്ലെങ്കിൽ അലവലാതിയെ പിടിച്ച് നന്നാക്കുന്നത് ആ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ SDPIക്കാർ മോശപ്പെട്ടവരാണെന്ന് AK ബാലന് സമ്മതിക്കുന്നതിന് തുല്യമാണത്. അതായത് സമ്മതിച്ചു കഴിഞ്ഞു, AK ബാലൻ സമ്മതിച്ചു SDPIക്കാർ വെറും വൃത്തികെട്ടവന്മാരാണ്, അവന്മാരെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മാന്യന്മാർ ഇറങ്ങുന്നു എന്നാണ്. ഏത് CPM എന്ന് പറയുന്ന മാന്യന്മാർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് AK ബാലൻ. അപ്പോൾ വാർത്തയ്ക്കകത്ത് ഇങ്ങനെ പല കാര്യങ്ങളും AK ബാലൻ പറയുന്നുണ്ട്. അത് പണ്ട് കുഞ്ഞാലി വധം ഉണ്ടായല്ലോ. സഖാവ് കുഞ്ഞാലിയെ വധിച്ച കേസിലെ പ്രതിയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അപ്പോൾ ആര്യാടൻ മുഹമ്മദിന് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്, പിന്നീട് വോട്ട് കുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൻ്റെ ഒരുത്തിനെ കൊന്നാലും ഞങ്ങൾക്ക് പിന്നീട് അധികാരം കിട്ടാനോ സ്ഥാനം കിട്ടാനോ വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് പണിയും ചെയ്യും എന്നുള്ളതാണ് AK ബാലൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിളിക്കുന്നവനെ പിന്നീട് മാറ്റി വിളിക്കാൻ വലിയ താമസമൊന്നുമില്ല, വലിയ മടിയൊന്നും ഇല്ലയെന്ന്. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കാൻ മടിയില്ല എന്ന് തന്നെയാണ് AK ബാലൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ സഖാവിനെ കൊന്നവൻ്റെ കൂടെ നാളെ ഞങ്ങൾക്ക് ബാന്ധവം ഉണ്ടാക്കാൻ യാതൊരു കുഴപ്പവുമില്ല. അത് നമുക്ക് ചരിത്രത്തിൽ CPMൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മുഴുവൻ കാണാൻ കഴിയുന്നതാണത്. കൂടെ നിന്ന് മരിച്ചവരെ തള്ളിപ്പറയുന്നത് CPMൻ്റെ, കൂടെ നിന്ന് പോരാടി മരിച്ചവരുടെ പേര് പിന്നീട് പറയാതിരിക്കുക എന്ന് പറയുന്നത് CPMൻ്റെ ശൈലിയാണ്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കണ്ടില്ലേ, രക്തസാക്ഷികളുടെ ഫണ്ട് വിഴുങ്ങിയവരാണ് CPMകാർ. ആ വിഴുങ്ങിയ ഫണ്ടിൻ്റെ പേരിൽ ഒരാൾ സത്യം തുറന്നു പറഞ്ഞ് പാർട്ടിയെ നന്നാക്കാൻ പോകും. ആര്? SDPIയെ നന്നാക്കാൻ നടക്കുന്നവർ. അതായത് കുറേ വൃത്തികെട്ടവന്മാരെ നന്നാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂടി നടക്കുന്നവന്മാർ വൃത്തികേട് കാണിച്ചത് വിളിച്ചു പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരെ നടക്കുന്നു. അയാളുടെ വീട് ആക്രമിക്കുമെന്ന് പറയുന്നു, അയാൾ പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് പറയുന്നു, വധിക്കുമെന്ന് പറയുന്നു. ഈ ഭീഷണി മൊത്തമായിട്ട് CPM നടക്കുകയാണ് കണ്ണൂരിൽ. അങ്ങനെ നടക്കുന്ന ഒരു പാർട്ടി അവരുടെ മുൻപത്തെ അവരുടെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്ത രക്തസാക്ഷികളെ തള്ളിപ്പറയാൻ, അല്ലെങ്കിൽ അവരുടെ ഫണ്ട് അടിച്ചു മാറ്റാൻ, രക്തസാക്ഷികളുടെ ഫണ്ട് അവരുടെ കുടുംബത്തിന് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ പേര് നാട്ടിൽ നടത്തേണ്ട പ്രവർത്തനത്തിന് ഫണ്ടിനെ അതിനെ കട്ടെടുക്കുന്നത് തള്ളിപ്പറയുന്നതിന് തുല്യം തന്നെയാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം. SDPIക്കാർ കൊലപ്പെടുത്തിയ ഒരാളുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിലുണ്ടായിരുന്ന അഭിമന്യുവിനെ ഇവർ പാർട്ടിയിൽ നിന്ന് വൈകാതെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം SDPIക്കാർ പറയും ഞങ്ങളുടെ ശത്രുവായിട്ട് ഒരുത്തനുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ നിങ്ങളെ സുഹൃത്തുക്കളാണല്ലോ. അങ്ങനെ വരുമ്പോൾ SDPIയുടെ ശത്രുവായിരുന്ന ഒരാളെ നിങ്ങൾ രക്തസാക്ഷിയാക്കി വെച്ചേക്കില്ല, അത് വേണ്ട, അവനെ അങ്ങ് പുറത്താക്കുക എന്ന് പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? SDPIക്ക് വേണ്ടിയിട്ട് അഭിമന്യുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. പാർട്ടി രക്തസാക്ഷി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ പല വിധത്തിലുള്ള അംഗത്വമുള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം. MV നികേഷ് കുമാർ എന്ന് പറയുന്ന പണ്ട് മാധ്യമപ്രവർത്തകനായിരുന്ന ഇപ്പോഴത്തെ CPMൻ്റെ ആൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ MV രാഘവൻ എന്താ ചെയ്തത്? MV രാഘവൻ കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു. MV രാഘവൻ്റെ പോലീസ് ആ വെടിവെച്ച് കൊന്ന MV രാഘവൻ്റെ മകനെ ഇന്ന് CPM ചുവന്നുകൊണ്ട് കിടക്കുകയാണ്. ഈ പറയുന്ന MV നികേഷ് കുമാറിന് എന്നെങ്കിലും കൂത്തുപറമ്പിൽ പോകാൻ കഴിയുമോ? അവിടെ ഇവരെ പുഷ്പനെ അറിയാമോ? പാട്ടുപാടിയ ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരുടെ വീട്ടിൽ പോകാൻ കഴിയുമോ? പുഷ്പൻ്റെ വീട്ടിൽ പോകാൻ കഴിയുമോ നികേഷ് കുമാറിന്? ഇല്ലെങ്കിൽ നികേഷ് കുമാർ എന്ത് ചെയ്യണം? കൂത്തുപറമ്പിൽ ഒരു സ്റ്റേജ് കെട്ടണം, എന്നിട്ട് അവിടെ കയറി എന്നിട്ട് പ്രസംഗിക്കണം. എൻ്റെ അച്ഛൻ ചെയ്തത് മഹാ അപരാധമാണ്, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല, ഞാൻ എൻ്റെ അച്ഛനെ തള്ളി പറയുന്നു എന്ന് നികേഷ് കുമാർ പറഞ്ഞാൽ ശരി. എന്നിട്ട് CPMൽ തുടർന്നാൽ അല്പമെങ്കിലും ഉൾപ്പെടുന്നെന്ന് പറയാം. ഇല്ലെങ്കിൽ ചുമക്കുന്ന CPMനും പുറത്തിരിക്കുന്ന നികേഷ് കുമാറിനും പണ്ട് പിണറായി വിജയൻ പറഞ്ഞ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ നാറിയവനെ തൊട്ടവനും നാറുമെന്നോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടുണ്ട്. പാപിയെ ചുമന്നാൽ ശിവനും പാപിയാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് പിണറായി പറഞ്ഞിരുന്നു. അതുപോലെയാണ്. അപ്പോൾ CPMും പാപിയാവും, ഈ പറയുന്ന നികേഷ് കുമാറും പാപിയാവും എന്നുള്ളതാണ്. അപ്പോൾ ആ കണക്കിനാണ് CPMൻ്റെ നിലവാരം എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഭീകരമായിട്ടുള്ള ഭീകരസംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ തുടർഭാഗമായ SDPIയെ ചുമക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് AK ബാലൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി AK ബാലൻ പറഞ്ഞ മറ്റൊരു കാര്യം, AK ബാലൻ ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രായാധിക്യം കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണെങ്കിലും സജീവമാണ്. അപ്പോൾ വലിയ ചുമതല, പൂർണ്ണ ചുമതലയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്തായാലും AK ബാലൻ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഉപദേശിയാവാം.
SDPI ചേർന്നിട്ട് അവരുടെ ഉപദേശിയായിട്ട് AK ബാലന് തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയും. അതാണ് AK ബാലൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ വളരെ നല്ലത് എന്നാണ്. SDPI ആയിട്ട് ഒരു ധാരണയോ എഗ്രിമെൻറ്റോ ഇല്ല എന്നാണ് പറയുന്നത്. SDPI ആയിട്ട് ധാരണയോ എഗ്രിമെൻറ്റോ ഇല്ല. അപ്പോൾ ധാരണയോ എഗ്രിമെൻറ്റും ഇല്ലാതെ വഴിയെ പോകുന്ന ഒരാൾക്ക് വന്ന് SDPI പിന്തുണ കൊടുത്തതാണോ? തന്ന പിന്തുണയ്ക്ക് നന്ദി എന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. നേമത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇവിടെ ഗുരുവായൂരോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിലോ ഒക്കെ പോകുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നവരും അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രബല സമുദായം ഏതാണോ അതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ നിൽക്കുന്നവർ കൊണ്ടാണല്ലോ ഈ CPMകാരും കോൺഗ്രസ്സുകാരും ഒക്കെ. എന്തുകൊണ്ട് നേമത്തെ പ്രബല സമുദായം ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദു നിലപാടെടുക്കാൻ കഴിയാത്തത്? ആ നിലപാടല്ലല്ലോ ശിവൻകുട്ടി എടുത്തിരിക്കുന്നത്. SDPIയുടെ വോട്ട് വാങ്ങിച്ചല്ലേ. അപ്പോൾ പരസ്യമായിട്ട് ഹിന്ദു ഉന്മൂലനത്തിന് ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ മത രാഷ്ട്രവാദം പറയുന്ന തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് നടക്കുന്നവരെ ചുമക്കാൻ, അവരോടൊപ്പം ചേരാൻ ഈ CPMന് ഒരു മടിയുമില്ല. അപ്പോൾ അവരുമായിട്ട് ധാരണ എഗ്രിമെൻറ്റോ ഒന്നുമില്ല. അത് എവിടെ ഇല്ല? പരസ്യമായിട്ടില്ല. അന്തർധാരയാണല്ലോ CPMന്. ആ അന്തർധാര AK ബാലനും ഇപ്പോൾ കൊണ്ടു നടക്കുന്നു. അതാണ് ഇവരുടെ ശരിയായ രൂപം. AK ബാലനാണ് ഉത്തമനായ സഖാവ്. SDPIയെ നന്നാക്കിയെടുക്കാൻ പോവുകയാണ്. അവർക്കകത്ത് ചേർന്ന് അവരിൽ ഒരാളായി മാറി SDPIയുടെ ഭാഗമാകും AK ബാലൻ എന്ന തരത്തിലാണ് AK ബാലൻ്റെ നിലപാട് ഇപ്പോൾ വന്നിരുന്നതെന്നാണ്. അപ്പോൾ അതായത് രക്തസാക്ഷികളെ ഉണ്ടാക്കിയവരെ പിന്നീട് സഹായിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തും, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നുകൂടി SDPI AK ബാലൻ പറയുന്നുണ്ട്. അതാണ് SDPIക്ക് പിന്തുണ നടക്കുന്ന കാരണവും. അപ്പോൾ ഇനിയൊന്ന് ആലോചിച്ച് നോക്കണം. SFIക്ക് ഏതാണ്ട് 30-32 രക്തസാക്ഷികളുണ്ട്. അപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. നാളെ നിങ്ങളുടെ മകനെ വെട്ടിക്കൊന്നവനുമായിട്ട് അവൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതേ CPM നേതാക്കൾ വോട്ട് ചോദിക്കാൻ വേണ്ടി വരും. അതുമാത്രവുമല്ല, നിങ്ങളുടെ മകന് വേണ്ടിയിട്ട്, നിങ്ങളുടെ മകൻ രക്തസാക്ഷിയായല്ലോ, അവന് വേണ്ടിയിട്ട് പിരിച്ച പൈസ കൊണ്ട് ഇവന്മാർ ആർഭാടമായി ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ മറ്റൊരിടത്തും പോയാൽ കാണാൻ കഴിയില്ല. CPMൽ മാത്രം നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. അതാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. ഈ V വസുവൻ നായർ എന്ന് പറയുന്ന കവി എഴുതിയ നാനാർത്ഥഭ്രാന്തൻ എന്ന് പറയുന്ന കവിതയുണ്ട്. അതിൽ പറയുന്നു, തങ്ങളിൽ മുഖത്തു തുപ്പും നമ്മൾ ഒന്നൊന്ന് ചൊല്ലും ചിരിക്കും. അതാണ് CPMും SDPIയും PDPയും ഈ ലീഗും ഒക്കെ തമ്മിലുള്ള സഖ്യം. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയും പാണക്കാട്ടെ തങ്ങളെയും പാണക്കാട്ടുള്ള സർവ്വതകളെയും പുകഴ്ത്തിയും പൊക്കിയും നടന്നതല്ലേ CPMൻ്റെ പിണറായി മുതൽ താഴേറ്റം വരെയുള്ള ആൾക്കാർ. അവരിങ്ങോട്ട് വരും, LDFലേക്ക് വരുമെന്ന് വിചാരിച്ചു. എങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി അനായാസമായിട്ട് CPMനെ വീണ്ടും മൂന്നാമത് ഭരിക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ കോൺഗ്രസ്സിന് കുറച്ചുകൂടി വ്യക്തത കിട്ടി. കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ഒരു ധാരണ അവർക്ക് ലഭിച്ചു. ആ ധാരണ ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? ലീഗ് പിന്നെ അവിടെ വിടുന്നില്ല എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടെ നടത്തി. ഞങ്ങൾ എന്തായാലും UDF വിടുന്നില്ല എന്ന്. അതോടുകൂടി UDF വരില്ല എന്നറിഞ്ഞ CPM പതിയെ ഹിന്ദു അപ്പീസ്മെൻ്റ് അഭിനയിക്കാൻ തുടങ്ങി. വെറും അഭിനയം, കാപട്യം മാത്രം. ഹിന്ദുക്കളോടൊപ്പമാണെന്നുള്ള വെറും കാപട്യം. ആ കാപട്യം പോലും ഇപ്പോൾ അവസാന നിമിഷം SDPIയുടെ വോട്ട് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഗതികേട് വന്നപ്പോൾ അവരുടെ കൂടെ കൂടാനും അവരുടെ തോളിൽ കൈയിടാനും അവരുടെ രക്തസാക്ഷികളെ തള്ളിപ്പറയാനും അവരുടെ കുടുംബങ്ങളെ തള്ളിപ്പറയാനും ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞ് നിലവിളിച്ച ആ അമ്മയുണ്ടല്ലോ, അവരോടൊക്കെ ഇവന്മാർക്ക് വല്ലതും പറയാൻ കഴിയുമോ? അത്രയ്ക്ക് നാണം കെട്ട, ഉളുപ്പില്ലാത്ത, അത്രയ്ക്ക് നട്ടലില്ലാത്ത ഒരു വിഭാഗമാണ് CPM എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഉള്ളവന്മാർ ഓർത്തോ, നിങ്ങളെ നാളെ കൊലയ്ക്ക് കൊടുത്തിട്ട് തള്ളി പറഞ്ഞ് നിങ്ങളെ കൊന്നവൻ്റെ കൂടെ നിൽക്കും CPM. അതിന് സംശയമൊന്നുമില്ല. സുധാകരൻ എന്ന് പറയുന്ന പഴയ സഖാവുണ്ടല്ലോ, അദ്ദേഹം എടുത്ത നിലപാട് ഇപ്പോൾ കറക്റ്റായി. എന്താ ഭുവനേന്ദ്രൻ പാർട്ടിക്ക് വേണ്ടി മരിച്ചതാണ്. സുധാകരൻ പാർട്ടിക്ക് സ്വന്തം ഈ പറയുന്ന ഇലക്ഷനിൽ നിന്നതായിരുന്നെങ്കിൽ സുധാകരനെ ഏത് തരത്തിലും തള്ളിപ്പറയാനും CPMന് മടിയൊന്നുമില്ലല്ലോ. കാരണം രക്തസാക്ഷികളുടെ പേരിലുള്ള ഫണ്ട് അടിച്ചു മാറ്റാൻ, രക്തസാക്ഷികളെ പിന്നീട് തള്ളിപ്പറയാൻ മടിയില്ലാത്തവരാണ്. ഭുവനേന്ദ്രൻ്റെ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയിട്ട് CPMന് വേണ്ടി ആയുഷ്കാലം മൊത്തം സമർപ്പിക്കാൻ സുധാകരൻ നിന്നിരുന്നെങ്കിൽ അത് അബദ്ധമായി പോയതിന്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ തീരുമാനിച്ചത് സുധാകരൻ തീരുമാനിച്ചത് എന്തായാലും നന്നായി എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നാളെ ഭുവനേന്ദ്രനെ CPM തള്ളിപ്പറയാം, അതും കൂടി സുധാകരൻ കാണേണ്ടി വന്നേന്, എന്നിട്ട് നിരാശയോടുകൂടി മരിക്കേണ്ടി വന്നേനെ വയസ്സാകാലത്ത്. അപ്പോൾ ഇതെങ്കിലും നേടിയെന്നുള്ളൊരു ആശ്വാസത്തോടു കൂടിയെങ്കിലും സുധാകരന് ഇനിയുള്ള കാലം ജീവിച്ച് മരിക്കാൻ കഴിയും. ഏതായാലും AK ബാലൻ SDPIയുടെ ഉപദേശിയാകാൻ പോകുന്നു. അവരെ നല്ല നടപ്പൊക്കെ നടത്തി അവരുടെ ഹെഡ് മാഷായിട്ട് SDPI ചേർന്ന് ശിഷ്ടകാലം, പാർട്ടി ഇപ്പോൾ വിശ്രമ ജീവിതം അനുഭവിച്ചിരിക്കുന്ന കാലം ജീവിക്കാനാണ്
എ കെ ബാലൻ്റെ തീരുമാനമെന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. SDPI ബാന്ധവം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് എ കെ ബാലൻ.